അഴിഞ്ഞു വീഴുന്ന മുഖംമൂടികൾ. കോൺഗ്രസിന്റെ മുഖംമൂടി വലിച്ചുകീറി മുൻ കോൺഗ്രസ് നേതാവ് ആന്റണി ജോസഫ്. മണിപ്പൂർ, പഹൽഗാം, മുനമ്പം തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസ് കാണിച്ച ഇരട്ടത്താപ്പും വഞ്ചനയുമാണ് ആന്റണി ജോസഫ് തുറന്നു കാട്ടുന്നത്. കോതമംഗലം ലവ് ജിഹാദ് വിഷയത്തിൽ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്തതിന് പാർട്ടിയിൽ നിന്ന് നടപടി നേരിടേണ്ടി വന്നതും അദ്ദേഹം ജനം ടിവിയോട് പങ്കുവച്ചു. പാകിസ്ഥാന് നമ്മൾ ഇന്ത്യക്കാർക്ക് ശത്രുരാജ്യമായിരിക്കാം, പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിന് അതവരുടെ മതരാജ്യമാണ്. അപ്പോൾ അവരുടെ മതരാജ്യത്തിന് എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യേക വിഭാഗത്തിന് അത് അവരുടെ വികാരം വ്രണപ്പെടും. പാരമ്പര്യമായി കോൺഗ്രസ്സുകാരനായ ഞാൻ ഇന്ത്യ വിരോധിയായി മാറിയാലേ ഞാൻ കോൺഗ്രസ്സുകാരനാകുള്ളൂ. ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്താൽ മാത്രമേ എനിക്ക് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ പറ്റുമുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാനായി ഭാരതത്തിലുള്ള മറ്റ് സമുദായങ്ങളെ കൊലയ്ക്കു കൊടുക്കുന്നു. വഖഫ് നിയമം സൃഷ്ടിച്ച കോൺഗ്രസ് തന്നെ അത് മറച്ചുവെച്ച് അധികാരത്തിലേറാനായി പാവങ്ങളെ പറ്റിക്കുന്നു. മുനമ്പം വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് കാപ്പട്യം നിറഞ്ഞ നിലപാടാണ്. ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാനായി ഭാരതത്തിലുള്ള മറ്റു മുഴുവൻ സമുദായങ്ങളെയും കൊലയ്ക്ക് കൊടുക്കുന്ന, മരണക്കയത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ഈ നിയമം ഉണ്ടാക്കി വെച്ച കോൺഗ്രസ്സുകാരനാണ് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അധികാരത്തേക്ക് കയറാനായിട്ട്. അതായത് അധികാരത്തേക്ക് കയറാൻ വേണ്ടി വീണ്ടും ആ പാവങ്ങളെ പറ്റിക്കുന്നു. കോതമംഗലം ലവ് ജിഹാദ് വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന് തുറന്ന കത്ത് താൻ നൽകിയിരുന്നു. സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾ കേസിൽ പ്രതിയായപ്പോൾ മാളത്തിൽ ഒളിച്ചോ എന്ന് DCC പ്രസിഡന്റിനോട് ചോദിച്ചതിനാണ് പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തത്. കോതമംഗലം വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് തുറന്ന കത്ത് എന്ന് പറഞ്ഞ് ഇത് മുഴുവൻ എഴുതിയിട്ട് ഞാൻ സമുദായത്തിൽപ്പെട്ട ആളോ താങ്കൾ മാളത്തിൽ ഒളിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചെന്നപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മണിപ്പൂർ വിഷയത്തിലും സെന്റ് റീത്ത സ്കൂൾ വിഷയത്തിലും കോൺഗ്രസ് നിലപാടിനെ ജോസഫ് ആന്റണി നിശിതമായി വിമർശിക്കുന്നു. VD സതീശൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പല്ലവിയാണ് പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്നു. മണിപ്പൂർ പോലുള്ള എന്നാലത് ക്രിസ്ത്യൻ ഹിന്ദു സംഘർഷമല്ലാതെ അത് എത്നിക് ക്ലാഷാണെന്ന് നമുക്കറിയാമെങ്കിലും അങ്ങനെയുള്ള വിഷയത്തെ പച്ചവെള്ളത്തെ തീപിടിപ്പിക്കാൻ VD സതീശൻ മിടുക്കനെ. എന്നാൽ സെന്റ് റീത്താസ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം അറിയുകയുമില്ല. ജനം, കൊച്ചി.